അഞ്ചിലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കേരള വൃക്ഷം, കൽപ്പവൃക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഇതിനെപ്പറ്റിയാണ്. അതായത് തെങ്ങിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പനവർഗത്തിൽപ്പെട്ട ഒരു ഒറ്റത്തടി വൃക്ഷമാണ് നമ്മുടെ ഈ തെങ്ങ് കേട്ടോ. ഈ പനയായിട്ടൊക്കെ ഒരുപാട് സാമ്യമുള്ളൊരു പ്രദേശമാണ്. അതാണ് ഈ തെങ്ങ്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് തീരപ്രദേശങ്ങളിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഇത് കൂടുതലായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് ഇതിൻ്റെ ഇത് കണ്ട് ഇതിലിവിടെ നമ്മൾ ഇത് വണ്ട് കുത്തുന്നതാണ് തെങ്ങിന്. നമ്മൾ ചാരവും ഉപ്പും കല്ലുപ്പും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്കത് അതായത് തെങ്ങിനെ വണ്ട് കുത്താതിരിക്കാൻ വേണ്ടിയാണ്. വണ്ട് ഇതിൽ മുട്ടയിടും, അതുകൊണ്ട് അത് കുത്താതിരിക്കാൻ വേണ്ടി നമ്മളതിൽ ഒരു സംരക്ഷണം കൊടുക്കുന്നതാണ്. ഈ സാധാരണ നോർമൽ തെങ്ങിൻ്റെ ഉയരം എന്ന് പറയുന്നത് 18-20 സെൻറ്റിമീറ്റർ വരെ നമുക്ക് തെങ്ങ് ഉയരാം. അത്രയും പൊക്കം വരെ ഏകദേശം ഹൈറ്റ് വെക്കും. ഇപ്പം കുളം തെങ്ങുമുണ്ട്. അതായത് സാധാരണയായിട്ട് നമുക്ക് ഇത് തെങ്ങ് പിടിക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് തെങ്ങ് പൊതുവെ ഉള്ളത്. നീർവാർച്ചയുള്ള മണ്ണിലും നല്ലപോലെ തെങ്ങ് പിടിക്കാറുണ്ട്. അതായത് വാർച്ചയുള്ള മണ്ണിൽ തെങ്ങ് വളരെയധികം പിടിക്കുന്നുണ്ട്. നമ്മുടെ പൊതുവെ പറയപ്പെടുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം അതാണ് തെങ്ങ്, കൽപ്പവൃക്ഷം എന്നൊക്കെ നമ്മളിപ്പോൾ പൊതുവെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല തെങ്ങ് എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിത്തെങ്ങാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കുറ്റ്യാടിത്തെങ്ങാണ്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവെ കാലിവളം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് കൊടുക്കാം. പിന്നെ കോഴിവളം, ഇതൊക്കെ ജൈവവളങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. ആട്ടിൻകാട്ടം, എല്ലുപൊടി, മീൻ വളം, ഇങ്ങനെ ഒരുപാട് വളങ്ങളുണ്ട്. പച്ചില വളങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തേങ്ങ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ജൈവവളങ്ങളിൽ പെടുന്നതാണ്. ഈ കാലിവളവും കമ്പോസ്റ്റും ഒക്കെ ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തെങ്ങിന് നല്ലതാണ്. ഇതൊക്കെ നമ്മൾ അതായത് തെങ്ങിന് തടവെടുക്കുന്നത് നമ്മൾ ചുവട്ടിൽ നിന്നും ഏകദേശം ഒരു 2 മീറ്റർ അകലത്തിൽ 15 സെൻറ്റിമീറ്റർ താഴ്ചയിലും വേണം നമുക്ക് ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാലേ ഇതിന് നല്ലപോലെ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചുറ്റും തടവെടുക്കുക. റൗണ്ടിൽ ഏകദേശം റൗണ്ടിൽ തടവെടുത്തതിന് ശേഷം തെങ്ങിന് വളം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം നമുക്കൊരു വർഷം 15 കിലോഗ്രാം വളം കൊടുക്കാം. അത് 25 വരെ കൊടുക്കാം. 25 കിലോഗ്രാം വരെ വളം കൊടുക്കാം. 15 കിലോഗ്രാം തൊട്ട് നമുക്കൊരു 25 കിലോഗ്രാം വരെ തെങ്ങിന് വളം കൊടുക്കാം. അതായത് ചൂട്ടിൽ നിന്നും 2 മീറ്റർ അകലെയും ഒരു 15 സെൻറ്റിമീറ്റർ താഴ്ചയിലേ വളം കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ. തെങ്ങിൽ നിന്നും അതുപോലെ തന്നെ തൊണ്ട്, മടല്, ഓല, ഇവയൊക്കെ നമുക്ക് ലഭിക്കും. ഇതൊക്കെ നമുക്ക് ജൈവവളങ്ങളിലായിട്ട് കൊടുത്ത് പച്ചില വളമായിട്ട് ഇതൊക്കെ നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊടുക്കാം. ഇതൊക്കെ ജൈവവളമായി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ റൗണ്ടിൽ തടവെടുത്ത് വേണം കൊടുക്കാൻ. ഇതിന് ഒരുപാട് രോഗബാധയൊക്കെ ഉണ്ടാകാറുണ്ട് ഈ തെങ്ങിന്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം കേരളത്തിൽ കാണുന്ന മണ്ടരിബാധയാണ്. അതായത് പിന്നെ കൂമ്പ് ചീയൽ, തുരപ്പൻ, തണ്ടുതുരപ്പൻ, അതുപോലെ നമുക്ക് വണ്ടിൻ്റെ ആക്രമണമൊക്കെ, അതായത് ചെമ്പല്ലി, അങ്ങനെ ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥ, അതായത് കാറ്റ് വീഴ്ച, കാലാവസ്ഥ ഇതിന് ഏറ്റവും അനുയോജ്യമാണ് തെങ്ങിന് വേണ്ടത്. ഈ കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് ഈ കൂമ്പ് ചെയ്യലുണ്ടാകുന്നത്. ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം പെട്ടെന്ന് തെങ്ങിൻ്റെ കൂമ്പെല്ലാം കൂടെ ചീഞ്ഞു പോകാനായിട്ട് വളരെയധികം സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വണ്ട്, ഈ വണ്ടിൻ്റെ ശല്യം ഇതിൻ്റെ ഈ പാകമായ തേങ്ങയ്ക്ക് ആരോഗ്യം ക്ഷയിക്കാനായിട്ടൊക്കെ ഈ വണ്ടിൻ്റെ ശല്യം വളരെയധികം ദോഷം ചെയ്യുന്നതാണ് കേട്ടോ. അതായത് തെങ്ങിൻ്റെ തടി തുളച്ച് മുട്ടയിടുന്നത് തേങ്ങ നശിച്ചു പോകാനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ തടം ഏകദേശം ഒരു തടം റൗണ്ടിലെടുക്കണം. ഒരു വർഷം 15 കിലോഗ്രാം മുതൽ ആ റൗണ്ടിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചു കണ്ടില്ലേ, അതുപോലെ
തടവെടുത്ത് എടുക്കുക. ഇതിൻ്റെ വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു തെങ്ങ് ഒരു വർഷം 12 പൂക്കലുകളൊക്കെ ഇടാറുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ നശിച്ചു പോകും. അത് കുറച്ചൊക്കെ പൂർണ്ണ വളർച്ച എത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൂ വിളവെടുപ്പ്. പിന്നെ കൊപ്രയാക്കിയും കരിക്കും ഒക്കെ അതായത് വെള്ളത്തിൻ്റെ മധുരം കൂടുതലുള്ളതാണ് ഈ കരിക്ക്. അതായത് കൊപ്ര എന്ന് പറഞ്ഞാൽ മൂത്ത തേങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മാസം പ്രായമായ തേങ്ങകളൊക്കെയാണ് നമുക്ക് കൊപ്രയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കുറഞ്ഞെടുത്താൽ ഗുണങ്ങൾ കുറയും. അതുകൊണ്ടാണ് ഈ 12 മാസം വേണ്ടത്. ഈ തേങ്ങ ആണ് എണ്ണ എടുക്കാനായിട്ട് എണ്ണയ്ക്ക് നല്ല ഗുണം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഏകദേശം അതാണ് ഏറ്റവും നല്ലത്. വിവിധയിനം തെങ്ങുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് കുളന്തെങ്ങുകൾ ഒരുപാടാണ്. ചാവക്കാട് ഓറഞ്ച്, പിന്നെ ഗംഗാബോണ്ട്, ഗ്രീൻ ഓറഞ്ച്, ചെന്തെങ്ങ്, ഗൗരി ഗാത്രം, മലയൻ ഗ്രീൻ, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ.